റിപ്പീറ്റേഴ്സ് അറിയാനുള്ള വീഡിയോ സീരീസിലുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംസാരിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് സെൽഫ് സ്റ്റഡി ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. ഈ വീഡിയോയിൽ നമുക്ക് സെൽഫ് സ്റ്റഡീൻ്റെ പ്രോസും കോൺസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശമായിട്ട് വരുന്നുണ്ടാവുക. ആരാണ് സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി, അതായത് ഫിനാൻഷ്യൽ കപ്പാസിറ്റിയാണ് പ്രധാനമായിട്ടും ആളുകൾ ചിന്തിക്കുന്ന ഒരു സാധനം ഉണ്ടാവുക. അതായത് എനിക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകളാണ് ഒരു കൂട്ടം ആൾക്കാർ. വേറൊരു കൂട്ടം ആൾക്കാരാണ് എനിക്ക് ഈ കോച്ചിങ് സിസ്റ്റം ഒന്നും പറ്റില്ല. അതായത് ഒരാൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ വഴികളുണ്ട്. ആ വഴികളിലൂടെ പഠിച്ച് മുന്നോട്ട് പോവാം. നിരവധി കുട്ടികളുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് കോച്ചിങ്ങോ വേറെ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല കോളേജിലൊക്കെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡൽഹി എയിംസിലും വരെയൊക്കെ എത്തിയ ആൾക്കാരുണ്ടാവും. വിത്തൗട്ട് കോച്ചിങ് നീറ്റ് ക്രാക്ക് ചെയ്ത ആൾക്കാർ, വിത്തൗട്ട് കോച്ചിങ് ജെഇഇ ക്രാക്ക് ചെയ്ത ആൾക്കാരുടെ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ വി വിൽ ബി ഗെറ്റിംഗ് ഇൻസ്പയർഡ്. എന്നിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലാ. ശരിയാണ്. ഈ 2 കൂട്ടം ആൾക്കാർക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു വഴിയാണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു സാധനം. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, വീണ്ടും ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇപ്പോ നമുക്ക് റിസോഴ്സിന് ലിമിറ്റേഷൻസ് ഇല്ല. മേ ബി ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സെന്ററിൽ പോയിട്ട് ഒരു സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോ ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലെക്ചേഴ്സും ഷോർട്ട് ആയിട്ടുള്ള ലെക്ചേഴ്സും അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തരംതിരിച്ച് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഏത് ചാപ്റ്ററിനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീന്റെ മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ ഫാക്കൽറ്റീസിന്റെയും എല്ലാ ലാംഗ്വേജിലുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അപ്പൊ റിസോഴ്സിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോ കൃത്യമായിട്ട് ഓറിയന്റേഷൻ ഉള്ള ഒരു കുട്ടിക്ക് നല്ല റിസോഴ്സുകൾ, സാധനങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ നിൽക്കുമ്പോഴാണ് അധികം ആൾക്കാർ ചോദിക്കുന്നത്, "സാർ അപ്പോ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യട്ടെ?" എന്നുള്ള കാര്യത്തില്. ഏറ്റവും വലിയ കൂടുതൽ എനിക്ക് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യവും അത് തന്നെയാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള അഡ്വാന്റേജ് ഇതാണ്. ബേസിക്കലി നമുക്ക് പൈസയും ഫ്രീഡവും 2 കാര്യങ്ങൾ. പൈസ ലാഭിക്കാം, നല്ല ഫ്രീഡത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാന്റേജ്. പക്ഷെ ഇതിനകത്ത് പറ്റുന്ന പ്രശ്നങ്ങൾ, അമളികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിക്കലി നമ്മള് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുക എന്നുള്ളതല്ല എൻട്രൻസിന്റെ ഉദ്ദേശം. ബേസിക്കലി ഫിസിക്സ് പഠിക്കുന്നത്, കെമിസ്ട്രി പഠിക്കുന്നത്, ബയോളജി പഠിക്കുന്നതൊക്കെ അതിന്റേതായിട്ടുള്ള ഡിഗ്രി കോഴ്സുകളിലോ സാധനങ്ങളിലോ ഒക്കെയാണ് നമ്മൾ പഠിക്കുക. അതായത് ഫിസിക്സിൽ നല്ല എക്സ്പെർട്ട് ആവുക, കെമിസ്ട്രിയിൽ നല്ല എക്സ്പെർട്ട് ആവുക, ബയോളജിയിൽ നല്ല എക്സ്പെർട്ട് ആവുക എന്നുള്ളൊരു കാര്യം ആക്ച്വലി നീറ്റോ, ജെഇഇ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തില്ല, ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ വേണ്ട സാധനം എന്താ വെച്ചാൽ, നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു ദ പോയിന്റ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് അതിനപ്പുറത്തേക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈ ലെവലിൽ ചോദ്യം ചോദിക്കുമെങ്കിൽ നമുക്ക് ഈ ലെവൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാനിരിക്കുമ്പോൾ. അപ്പോ നമ്മളൊരു ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി. ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഏത് ലെവൽ വരെ പഠിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആ പർട്ടിക്കുലർലി ആ ലെവൽ മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു എൻട്രൻസ് കോച്ച്, ആരെങ്കിലും ഒരാൾ നമുക്ക് പറഞ്ഞു തരണം. ഈ ലെവൽ വരെയാണ് പഠിക്കേണ്ടത്. ഇതിന്റെ അപ്പുറത്തേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോ അങ്ങനെ വെക്കുന്ന നമ്മുടെ ജഡ്ജ്മെന്റുകൾ, ഏതുവരെ പഠിക്കണം എന്നുള്ള നമ്മുടെ ജഡ്ജ്മെന്റുകൾ ചിലപ്പോൾ റോങ് ആവാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് പഠിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പഠിക്കും. ആൻഡ് ചില സമയത്ത് നമ്മൾ അണ്ടർ ആയിട്ടായിരിക്കും പഠിക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പലതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മളാണ് ജഡ്ജ് ചെയ്തത് ഏതുവരെ പഠിക്കണം, ഏതുവരെ പഠിക്കണ്ട എന്നുള്ള കാര്യം. അതിനകത്ത് മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. പക്ഷേ ഈ പഠിക്കൽ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പഠിക്കുന്നതിനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം? നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും നമ്മൾ പഠിക്കണം. ഈ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ മിസ്സാവുന്ന വലിയ ഫാക്ടർ എന്താന്ന് വെച്ചാൽ പിയർ ഗ്രൂപ്പാണ്. നമുക്കൊരു കൂട്ടുകെട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ തന്നെ ഡോപ്പയിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസുകളിൽ നിന്നുള്ള റിസൾട്ട് കാണുമ്പോൾ എന്താ വെച്ചാൽ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ മറ്റവൻ പഠിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം നമ്മൾ പഠിക്കുക. അവർക്ക് എത്തുന്നുണ്ട്, അതിനേക്കാൾ മേളിൽ പഠിക്കുക എന്നുള്ള രൂപത്തിൽ കോമ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പൊ കോമ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു എസെൻഷ്യൽ പാർട്ട് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മൂഡിൽ തന്നെ ഇരുന്നിട്ട് പഠിച്ചു പോകുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ നമുക്കൊരു സ്കെയിൽ കിട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം കമ്പയർ ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ കിട്ടുന്നുള്ളതാണ്. അതാണ് പ്രാക്ടീസിന്റെ അളവ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 300 ടു 350 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം. റെഗുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ്, ആ സാധനം
കൃത്യമായിട്ട് എഴുതി അതിൻ്റെ അനാലിസിസ് ചെയ്ത് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ പറയാം ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം പൈസ കൊടുത്തിട്ട് മേ ബി എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് ഡോപ്പയുടെ ടെസ്റ്റ് സീരീസിന് 1000 റുപ്പീസ് ഒക്കെ ആവലുള്ളൂ ടോട്ടൽ ടെസ്റ്റ് സീരീസ് ഓൺലൈനായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഓഫ്ലൈനായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി പൈസ ആവും, 2000 രൂപയൊക്കെ ആവും വിചാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുമ്പോൾ 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഏറ്റവും പ്രീമിയർ ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കുറച്ച് കാലങ്ങളായിട്ട് വർക്ക് ചെയ്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ടെസ്റ്റ് സീരീസുകളുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലും പല ടെസ്റ്റ് സീരീസുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം എന്നുള്ളത്. കാരണം വെച്ചാൽ ഇവർ ഈ ടെസ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ നാളെ ഗ്രാവിറ്റേഷൻ്റെ എക്സാം ഉണ്ട്, അടുത്ത ആഴ്ച ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ എക്സാം ഉണ്ട്, അതിൻ്റെ അടുത്ത ആഴ്ച ഓർഗാനിക് കെമിസ്ട്രിയുടെ എക്സാം ആണ് എന്ന് പറയുമ്പോൾ അതത് എക്സാമിൻ്റെ ടൈമിലേക്ക് നമുക്ക് അതത് ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഈ ടെസ്റ്റ് സീരീസ് നമ്മൾ ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാൾ പറയുകയാണ് എൻ്റെ കയ്യിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സാധാരണ കുട്ടികൾ പറയുന്നത് എൻ്റെ കയ്യിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ തന്നെ സെൽഫ് ടെസ്റ്റ് നടത്തിക്കോളാം, വർക്കൗട്ട് ആവില്ല. ബിക്കോസ് നമുക്ക് അവിടെ ഒരുപാട് ടൈം റിലാക്സേഷനും സാധനങ്ങളും കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് നമ്മൾ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് കാണുമ്പോൾ അണ്ടറായിട്ടോ ഓവറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാതെ ഒപ്റ്റിമം ആയിട്ട് വേണം. അതിനൊരു കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു പിയർ ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമും അതിൻ്റെ ടൈം ടേബിൾ അത് പക്കായിട്ട് പോകണം. അതിന് നമുക്കൊരു ടെസ്റ്റ് സീരീസ് എടുത്താൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ എൻട്രൻസിനുള്ള പഠനം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത് ഡോപ്പയിലുള്ള സ്റ്റുഡൻസിനോട് റെഫർ ചെയ്യാന്നുള്ളതാണ്. ഡോപ്പയിൽ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഈ കഴിഞ്ഞൊരു വർഷം ഇപ്പോൾ നീറ്റ് വരെയൊക്കെയുള്ള സമയത്ത് ഒരു മെയ് വരെയൊക്കെ നിന്ന് പഠിച്ചിട്ടുള്ള കുട്ടികളോട് ചോദിക്കുക ഹൗ വാസ് ദ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത്. ഇപ്പൊ തുടക്കത്തിൽ തുടങ്ങുമ്പോൾ കിട്ടുന്ന ബിഗിനർ ലെവൽ ഇൻസ്ട്രക്ഷൻസ്, നടുവിൽ നിൽക്കുമ്പോൾ പ്രാക്ടീസ് എയിമാക്കാനുള്ള സാധനം, റിവിഷന്റെ തന്നെ പല സ്റ്റേജിൽ കിട്ടുന്ന ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ്. ആദ്യം റിവിഷൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറയും, പിന്നെ അറിയില്ലാത്തത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയും, പിന്നെ അറിയുന്നത് ഫോക്കസ് ചെയ്യാൻ പറയും. അങ്ങനെ ടൈം ടു ടൈം ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഫോളോ ചെയ്യും. ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ധാരണയിൽ എങ്ങനെ പോകുന്നത് അങ്ങനെയല്ല. അവിടെ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ആരായിരിക്കണം മെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാമിനെ പറ്റിയിട്ട് അത്രയും ഗ്രാഹ്യമുള്ള, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത ഒരാളായിരിക്കണം നിങ്ങളുടെ മെന്ററായിട്ട് വർക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ ഒരു മെന്റർഷിപ്പിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ പഠിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ കുറേ വർക്ക് ചെയ്യും, പക്ഷെ ആ വർക്ക് ഒരുമാതിരി ഡയറക്ഷൻ മാറിപ്പോകുന്നു. നമുക്കറിയാം അല്ലെ, FS കോസ് തീറ്റ എന്ന് വിളിക്കുക, F.S ആണ്. അത് ഈ വർക്കും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അതിന് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റും നമ്മൾ എടുക്കുന്ന എഫേർട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ടും തമ്മിലുള്ള ആംഗിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ട റിസൾട്ടിന്റെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ എഫേർട്ട് ഇടേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ട റിസൾട്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നള്ളിഫൈഡ് ആയി പോകും. സീറോ വർക്ക് ചെയ്ത പോലത്തെ ആയിരിക്കും സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുക. നമ്മൾ എടുക്കുന്ന എഫേർട്സ് മൊത്തം വേസ്റ്റഡ് ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ഗൈഡൻസും മെന്റർഷിപ്പും ഒക്കെ വേണം എന്നുള്ളതുണ്ട്. ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മിസ്സാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ക്ലാസ് കാണുന്ന സമയത്ത്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ക്ലാസ് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ആരും ഇല്ലാത്ത കാരണം നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്തതെന്നുള്ള കാര്യത്തെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. എക്സാം സീരീസ് ഡെഫിനറ്റ്ലി ടെസ്റ്റ് സീരീസ് എടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. മെന്റർഷിപ്പിന്റെ കാര്യത്തിലും നമുക്ക് നല്ല കുളം വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്. നിങ്ങളൊരു ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റി ആണ് നോക്കുന്നതെങ്കിൽ ചൂസ് അറ്റ്ലീസ്റ്റ് ആൻ ഓൺലൈൻ കോഴ്സ്. ആ ഓൺലൈനിന്റെ ഒരു കോഴ്സ് എങ്കിലും എടുക്കുക. ടോപ്പിൽ ഇത്തവണ ഓൺലൈനിന്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 15,000 ആണ് ടോട്ടൽ നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ടാവുക വിത്തൗട്ട് സ്കോളർഷിപ്പ്. സ്കോളർഷിപ്പ് വരുമ്പോൾ അതിനേക്കാളും താഴേക്ക് നിങ്ങൾക്ക് ഫീസിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ പ്രൈസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഓൺലൈൻ കോഴ്സ് എങ്കിലും എടുക്കണം. എന്നിട്ട് ഓഫ്ലൈനിൽ ഇടയ്ക്ക് വരണം, മെന്റേഴ്സിനെ കാണണം, സംസാരിക്കണം, നമ്മുടെ പ്രോഗ്രസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വി ഷുഡ് ഹാവ് എ കോച്ച്. ഡെഫിനറ്റ്ലി വി ഷുഡ് ഹാവ് എ കോച്ച്. കോച്ചിങ് ഉണ്ടാവണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു കോച്ച് എന്തായാലും വേണം നമുക്ക് സംസാരിക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥാനത്തിൽ. പിന്നെ ഇനി നിങ്ങളുടെ ഒരു ഫ്രീഡം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാറ്റ് ഫ്രീഡം വിൽ നോട്ട് വർക്ക് ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ളത് വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ട്രെയിൻഡ് ആവുന്ന കുറേ കുട്ടികളുമാണ്. അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പൊ നീറ്റ് എക്സാം എളുപ്പമായി കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിൽ വന്നൊരു കമന്റ് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സാം എളുപ്പമാവുന്നത് വളരെ നല്ലതാണ്, കാരണം കോച്ചിങ് ഇല്ലാത്ത കുട്ടികൾക്കും കിട്ടുമല്ലോ എന്നുള്ള കാര്യം. അങ്ങനെയല്ല, എക്സാം എളുപ്പമാകുമ്പോൾ കോച്ച് ചെയ്യുന്ന കുട്ടികൾ ഭയങ്കര ഹൈ ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. വളരെ ഹൈ സ്കോർ കോച്ച് ചെയ്യുന്ന കുട്ടികൾ എടുക്കുമ്പോൾ ഒരു കോച്ചിങ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ വുഡ് സജസ്റ്റ്, എന്നോട് ചോദിക്കുകയാണ് സെൽഫ് സ്റ്റഡി ചെയ്യട്ടെ എന്ന് വെച്ചാൽ ഐ വുഡ് സജസ്റ്റ് നോ എന്ന് പറയും. ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യരുത്. ആരുടെങ്കിലും ഒരു സഹായത്തിന്, ആരുടെ ഒരു ഗൈഡൻസ് വെക്കണം. ഇപ്പൊ യൂട്യൂബ് ക്ലാസ്സുകൾ വെച്ച് കണ്ടുകഴിഞ്ഞാലോ, യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രമാണല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. റെഗുലർ ഇൻസ്ട്രക്ഷൻസോ, റെഗുലർ എക്സാം സീരീസോ, റെഗുലർ ആയിട്ട് മാറ്റി മാറ്റി തരുന്ന മെന്റർഷിപ്പോ, അതായത് അതത് ടൈം ടു ടൈമിൽ ചേഞ്ച് ആവുന്ന മെന്റർഷിപ്പോ അവിടെ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
സോ എൻ്റെ അഭിപ്രായത്തിൽ സെൽഫ് സ്റ്റഡി നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഫിനാൻഷ്യലി ബാക്ക്വേർഡോ അത്രയും ബുദ്ധിമുട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി സംഹൗ റീച്ച് ടു അസ്, നമ്മുടെ അടുത്തേക്ക് എത്തും. നമുക്ക് എന്തെങ്കിലും ഒരു രൂപത്തിൽ സഹായിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങളുടെ ഇതുവരെയുള്ള മെറിറ്റ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസുകളും ഫ്രീ ആയിട്ട് ക്ലാസ്സുകളും സാധനങ്ങളൊക്കെ നമ്മൾ പാരലലി നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുക, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പം അതിൻ്റെ ശരിയായ ടൂളുകൾ വേണം. നമുക്ക് വലിയൊരു മരം മുറിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെറിയൊരു പേനാക്കത്തിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മുറിക്കാൻ പറ്റും, പക്ഷെ മുറിയില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന സ്റ്റോറീസ്, ഞാൻ പാർഷ്യൽ ഡ്രോപ്പിന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കേൾക്കുന്ന സ്റ്റോറീസ് ഉണ്ട്. ഇന്ന ആള് സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ് എന്നുള്ള പോലെ കേൾക്കുന്ന സ്റ്റോറീസ് മിക്കവാറും ഒക്കെ എക്സെപ്ഷണൽ സ്റ്റോറീസ് ആണ്. എക്സെപ്ഷൻസിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. എക്സെപ്ഷണലി ഉണ്ട്, എനിക്കറിയാം. നമ്മളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ഉമ്മറുണ്ട്. ഉമ്മറിന്റെ കഥ ആക്ച്വലി ഞാൻ തന്നെ ഇതിനകത്ത് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മറ്റു ചാനലിലും ഉമ്മറിന്റെ കഥ ഉണ്ടാവും. ഉമ്മർ വാസ് ലൈക്ക് സിറ്റിംഗ് എലോൺ ഇൻ ഹോം ആൻഡ് യൂട്യൂബ് കണ്ടന്റ്, ഓൺലൈൻ കണ്ടന്റ് ഉപയോഗിച്ച് തനിയെ പഠിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ ആളാണ്. ബട്ട് ഹി ഈസ് ലൈക്ക് ആൻ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന് കുറച്ചും കൂടി ഇന്റലിജൻസ് കൂടുതലുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവന് കാര്യങ്ങൾ ഗ്രഹിക്കാനും അങ്ങോട്ട് മാറ്റാനും തിരിച്ചു മാറ്റാനൊക്കെ നല്ല ഐഡിയ ഉണ്ട്. അത് ഫസ്റ്റ് ചാൻസിൽ കയറിയ ആളാണ്. അപ്പോൾ അവനെ കണ്ടിട്ട് അവനൊരു എക്സെപ്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു സാധാരണ ഒരു ആവറേജ് സ്റ്റുഡന്റ്, ഇപ്പൊ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ആളുകൾ അതുപോലത്തെ എക്സെപ്ഷൻസിനെ ഗ്ലോറിഫൈഡ് ആയിട്ട് കാണരുത്. അവരൊക്കെ സർവൈവേഴ്സ് ആണ്. ഇതുപോലെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന പതിനായിരക്കണക്കിന് മേ ബി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാക്കണം. കിട്ടാതെ പോയ കുട്ടികളുടെ എണ്ണം നമ്മൾ കാണണം, അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്താലോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്താണ്? ഡെഫിനിറ്റ്ലി താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ ഈ സീരീസിൽ വീണ്ടും ചെയ്യുന്നുണ്ട്. ദിസ് വാസ് എപ്പിസോഡ് 3. 1ഉം 2ഉം കാണാത്തവർ കണ്ടോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ വീഡിയോ റിലീസ് ചെയ്യാം. നിങ്ങൾ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ ചോദിക്കുക. ഡെഫിനിറ്റ്ലി നമ്മൾ റിപ്ലൈ തരുന്നുണ്ടാവും. സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ, സീ യു.